എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്ന് പറയാൻ പോകുന്നത് വളരെ ചെറിയൊരു റോഡിൽ നിന്നും എങ്ങനെ നമുക്ക് യു ടേൺ എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ സംശയം ഉണ്ടെന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ യു ടേൺ എടുക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400600735. ഇനി എങ്ങനെയാണ് യു ടേൺ എടുക്കുന്നതെന്ന് നോക്കൂ. വണ്ടി യു ടേൺ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡ് ചേർത്ത് നിർത്തുക. നിങ്ങൾ എവിടെ നിന്നാണോ യു ടേൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സൈഡ് ചേർത്ത് നിർത്തുക. മാക്സിമം സൈഡ് ചേർത്ത് നിർത്താൻ ശ്രമിക്കണം. ആ മാക്സിമം സൈഡായി എങ്ങനെ മനസ്സിലാക്കാം? ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കണ്ടില്ലേ, ഇപ്പൊ ഞാൻ മാക്സിമം സൈഡ് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കുറച്ച് കുഴിയാണ്, അതുകൊണ്ടാണ് അധികം സൈഡ് ചേർക്കാത്തത്. ചേർക്കാൻ പറ്റുന്നത്ര സൈഡ് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. റൈറ്റ് മിറർ കൂടി നോക്കുക. അപ്പോൾ ബാക്ക് ടയർ കൃത്യമായിട്ട് കാണുന്ന വിധത്തിലാണ് ഞാനിപ്പം മിറർ സെറ്റിംഗ് ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കാനാണ് പോകുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു. ഇൻഡിക്കേറ്റർ എങ്ങോട്ടേക്ക് കൊടുക്കണം? റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഇനി ഞാൻ ഇതാ പതിയെ വണ്ടി മുമ്പിലേക്ക് എടുക്കുന്നു. നോക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഇങ്ങനെ മുമ്പിലേക്ക് എടുക്കാം. മാക്സിമം പറ്റുന്നത്ര നിങ്ങൾ മുമ്പിലേക്ക് എടുക്കുക. ഇതേപോലെ മുമ്പിലേക്ക് എടുക്കുക. ഈ സമയത്ത് ബാക്കിൽ നിന്ന് വണ്ടിയില്ലാന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ മുമ്പിലേക്ക് എടുക്കുന്നത്. ശ്രദ്ധിക്കുക, ബാക്കിൽ നിന്ന് വണ്ടിയൊന്നുമില്ല, ഫ്രണ്ടിൽ നിന്ന് വണ്ടിയൊന്നുമില്ല. ഇതാ ഞാൻ മാക്സിമം ഫ്രണ്ടിലേക്ക് എടുത്തു. ഫ്രണ്ട് വലിയ കുഴിയാണ്, അപ്പോൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം മുമ്പിലേക്ക് എടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണ്? ഗിയർ റിവേഴ്സ് ഗിയർ ആക്കുന്നു. സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിക്കുന്നു. ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മിററുകൾ നോക്കിയിരിക്കണം. മാക്സിമം എത്ര എടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത്. മിറർ നോക്കി ബാക്കിലേക്ക് എടുക്കുന്നു. മാക്സിമം ബാക്കിലേക്ക് എടുത്തു. രണ്ട് മിററും കൃത്യമായിട്ട് നോക്കണം. ലെഫ്റ്റ് സൈഡിൽ മിറർ നോക്കി അത് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ബാക്കിലേക്ക് എടുത്തത്. മാക്സിമം ബാക്കിലേക്ക് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കുന്നു. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. ഫുള്ളായിട്ട് തിരിക്കണം. ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം പതിയെ വണ്ടി മുമ്പിലേക്ക് മൂവ് ആക്കുന്നു. പതിയെ മൂവ് ആക്കുന്നു. ഓക്കെ, ഇത്ര മൂവ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര മൂവ് ആക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നീട് കുറച്ചും കൂടി ബാക്കിലേക്ക് എടുക്കാനാണ് പോകുന്നത്. റിവേഴ്സ് ഗിയർ ആക്കുന്നു. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. ഇപ്പോഴും മിറർ കൃത്യമായിട്ട് നോക്കണം. പതിയെ വണ്ടി ബാക്കിലേക്ക് എടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? കുറച്ച് ബാക്കിലേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കുന്നു. സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. പതിയെ വണ്ടി മുമ്പിലേക്ക് എടുക്കുന്നു. കണ്ടില്ലേ, ഇനി സ്റ്റിയറിംഗ് പതിയെ സ്റ്റഡി ആക്കുന്നു. ഇതേപോലെ എത്ര ചെറിയ റോഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പല പ്രാവശ്യം മുമ്പോട്ടും ബാക്കോട്ടേക്കും എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.